എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ആദ്യമായി കടന്നു പോകുന്നവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പ്രതിഫലം എന്താ? നബി തങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് ആകാംക്ഷയോട് കൂടിയിരിക്കുമ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, യാ സ്വഹാബ, സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകാൻ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെയോ സ്വഹാബാ? ബലായാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയെ ഒന്ന് പറഞ്ഞു തന്നാൽ വഅദ് കേൾക്കാമെന്നവരോട് പറയുന്ന പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകാനുള്ള വഴി എന്തെന്നറിയോ? ഇന്ന് വഅദ് കഴിഞ്ഞ് തിരിച്ച് നിന്റെ വീട്ടിലേക്ക് പോകുകയാണ്. റോഡിലൂടെ നടന്നു പോകും ഒരു കല്ല് കിടക്കുകയാണ്, ഒരു കമ്പ് കിടക്കുകയാണ്, ഒരു കുപ്പിച്ചില്ല് കിടക്കുകയാണ്. വഴിയിലൂടെ നടന്നു പോകുന്ന ജനങ്ങൾക്ക് ഉപദ്രവമായി എന്തെങ്കിലും ഒരു വസ്തു വഴിയിൽ കിടക്കുന്നത് കണ്ടാ നീ അതെടുത്തു മാറ്റിക്കളയണേ, നീ അതെടുത്തു മാറ്റണേ. നിനക്ക് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോകാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വഅദ് കഴിഞ്ഞ് തിരിച്ച് നിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ആ നടന്നു പോകുന്ന റോഡിൽ ഒരു കല്ല് കിടക്കുകയാണ്, ഒരു കമ്പ് കിടക്കുകയാണ്. അത് നടന്നു പോകുന്നവർക്ക് തടസ്സമാണ്. അതുകൊണ്ട് നീ അതെടുത്തു മാറ്റിയാൽ നിനക്ക് അല്ലാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകാം. അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വഹാബികൾക്ക് വല്ലാത്ത സന്തോഷമായി. നബി തങ്ങൾ പെട്ടെന്ന് ചോദിക്കുന്നു, സ്വഹാബാ, നരകത്തിലേക്ക് പെട്ടെന്ന് പോകുന്ന ഒരു പാപം ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിൻ്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപം ഞാൻ പറഞ്ഞു തരട്ടെയോ? നബി തങ്ങൾ ഉദാഹരണം പറയുകയാണ്. പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു മൃഗമുണ്ടല്ലോ, യജമാനന്റെ കയ്യിൽ നിന്ന് കയറ് പൊട്ടിച്ചിട്ട് ഓടുന്നത് പോലെ അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപം പറഞ്ഞു തരാ. നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്താണ് നബിയേ, എന്താണ് നബിയേ? വഅദ് കേൾക്കാൻ വന്നിരിക്കുന്നവര് അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപം പറയാ. കള്ള് കുടിക്കുന്നവരല്ല, വ്യഭിചരിക്കുന്നവരല്ല, പലിശ തിന്നുന്നവരല്ല, നിസ്കരിക്കാത്തവരല്ല, അഹങ്കാരികളല്ല. പടച്ച റബ്ബിന്റെ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപമേതെന്നറിയോ? ഞാനും നിങ്ങളും നിസാരമായി കാണുന്ന ഒരു തെറ്റാണ്, ഞാനും നിങ്ങളും നിസാരമായി കാണുന്ന ഒരു കാര്യമുണ്ടോ? അതിൻ്റെ പേരിലാണ് നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്നത്. ആ കാര്യം എന്തെന്നറിയോ? ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്നവരോട് ചോദിക്കട്ടെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുകളുണ്ടല്ലോ, 6600 പരം വരുന്ന ആയത്തുകളുണ്ടല്ലോ. ഒരു സൂറത്തെങ്കിലും കാണാതെ അറിയാത്തവരില്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, കുട്ടികളാകട്ടെ, പെണ്ണുങ്ങളാകട്ടെ, ഞാനും നിങ്ങളും എല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവരാ. ഒരുപാട് സൂറത്തുകള്, ഒരുപാട് ആയത്തുകള് നമ്മളെല്ലാവരും കാണാതെ പഠിച്ചവരാണല്ലോ. പടച്ച റബ്ബേ, 30ാമത്തെ ജുസുവിലെ ഒരുപാട് സൂറത്തുകള്, ആയത്തുൽ കുർസി, ആമനർ റസൂൽ തുടങ്ങുന്ന ഒരുപാട് ആയത്തുകള് ഞാനും നിങ്ങളും പഠിച്ചല്ലോ. ഈ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ ബാപ്പാ? ഈ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബാ, നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന പാപമേതെന്നറിയോ? അത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട് മറക്കലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട് മറന്നു കളഞ്ഞാൽ അവൻ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുമെന്ന് നബി തങ്ങൾ അവിടെന്ന് പറയുമ്പോ വഅദ് കേൾക്കാമെന്നവരെ ഓർമ്മയുണ്ടോ സഹോദരാ? ഒരുപാട് സൂറത്തുകൾ പഠിച്ച വാപ്പാ, ഒന്ന് ഓതിയെടുക്കാനുള്ള മനസ്സെങ്കിലുമുണ്ടോ? ആ
സൂറത്തുകളൊന്ന് ഓതിയെടുക്കാൻ, അതിനുവേണ്ടി അല്പസമയമൊന്ന് മാറ്റിവെക്കാൻ റമളാൻ ആയിരുന്നല്ലോ. ഹാഫിളീങ്ങളൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്ന മാസമായിരുന്നല്ലോ. ഓതിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പടച്ചവനെ, അതിന്റെ മഹത്വം എന്താണ്, സ്ഥാനം എന്താണ്, പവിത്രത എന്താണ്? നിസ്സാരമായി പോയല്ലോ. അള്ളാഹുവിന്റെ ഖുർആനിന് പലർക്കും പരിഗണന നൽകുന്നില്ലല്ലോ. അത് നിസ്സാരമായി പോയല്ലോ. വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ എടുക്കാനുള്ള ഒരു ഗ്രന്ഥമായി ഖുർആൻ മാറിയിരിക്കുകയാണ്. പള്ളിയുടെ അലമാരിക്കകത്ത് പൊടിയടിച്ചിരിക്കുകയാണ്. വീടിന്റെ അലമാരിക്ക് മുകളിൽ കിടക്കുകയാണ്. പരിഗണിക്കുന്നില്ല, സ്ഥാനം കൊടുക്കുന്നില്ല. വീട്ടിൽ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന പത്രത്തിന് കൊടുക്കുന്ന സ്ഥാനം പോലും നമ്മളിൽ പലരും ചെയ്യാതെ വരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് ഖുർആനിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. അത് നിനക്ക് നിസ്സാരമായി പോയെങ്കിൽ നിനക്കതിന്റെ മഹത്വം അറിയാഞ്ഞിട്ടാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, പേടിക്കണം സഹോദരാ. അള്ളാന്റെ ഖുർആനിനെ കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാ. ആ ഖുർആനിനെ നീ സൂക്ഷിക്കണം സഹോദരാ. കാരണം അള്ളാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാസിഅൻ മുതസദ്ദിയൻ മിൻ ഖസിയത്തില്ലാ. നമ്മളൊക്കെ പരിഗണിക്കാത്ത ഖുർആൻ ഉണ്ടല്ലോ. ആ ഖുർആൻ എങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിലോ, സുബ്ഹാനല്ലാഹ്, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു എന്ന് ഖുർആൻ പറയുമ്പോ നബി തങ്ങൾ പറയുകയാ, നിസാരമല്ല. അള്ളാഹുവിന്റെ ഖുർആൻ അത് പഠിച്ചിട്ട് മറന്നു കളയുന്നവരെ നിങ്ങൾ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ചില വാപ്പമാര് ചിന്തിക്കും, പടച്ചവരെ, ഞാൻ രക്ഷപ്പെട്ടല്ലോ, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് കരുതുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട വാപ്പാ, ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നിങ്ങളാരും ഖുർആൻ പഠിച്ചവരല്ല, നിങ്ങളാരും ഖുർആൻ ഓതിയിട്ടില്ല. പക്ഷേ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരായത്തെങ്കിലും ജീവിതത്തിൽ കേൾക്കാത്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ടോ? എല്ലാവരും ഖുർആൻ കേട്ടവരാ, എല്ലാവരും ഖുർആൻ കേട്ടവരാ. ജീവിതത്തിൽ ഒരായത്തെങ്കിലും കേൾക്കാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? എല്ലാവരും കേൾക്കുന്നവരാണ്. ഖുർആനിലെ ആയത്തുകൾ ഒരുപാട് കേൾക്കുന്നവരാണ്. വാപ്പാ, കേട്ടാ പോരാ വാപ്പാ, ചിന്തിക്കണം വാപ്പാ. അത് അല്ലാഹുവിന്റെ കലാമാ, അത് അല്ലാഹുവിന്റെ കലാമാ. പരിശുദ്ധമായ ഖുർആൻ ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ കളയാൻ അത് സംഗീതമല്ല, അതാരെങ്കിലും എഴുതി വെച്ചതല്ല, അതാരുടെ കലാമാണെന്നറിയോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ഈ ലോകത്തിന്റെ അധിപനായ എന്റെയും നിന്റെയും പടച്ച റബ്ബിന്റെ കലാമാ പരിശുദ്ധമായ ഖുർആൻ. അത് കളിക്കാനുള്ളതല്ല, അത് അവഗണിക്കാനുള്ളതല്ല, അത് നിസ്സാരമാക്കാനുള്ളതല്ല. അതിനെ പരിഗണിക്കണം നീ, അതിനെക്കുറിച്ച് ചിന്തിക്കണം നീ. നിനക്ക് മാർഗദർശനമായിട്ടാണ്, നിനക്ക് നന്നാകാനാണ്, ആ ഖുർആൻ കണ്ടു പഠിക്കാനാണ് അല്ലാഹു ആ വിശുദ്ധമായ ഖുർആനിനെ 23 കൊല്ലം കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഇറക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് പടച്ചവനെ, കള്ള് കുടിക്കുന്നവന്റെ ശിക്ഷയല്ല, വ്യഭിചരിക്കുന്നവന്റെ ശിക്ഷയല്ല, പലിശ തിന്നുന്നവന്റെ ശിക്ഷയല്ല, ശിർക്ക് ചെയ്യുന്നവന്റെ ശിക്ഷയല്ല, നിസ്കരിക്കാത്തവന്റെ ശിക്ഷയല്ല, സക്കാത്ത് കൊടുക്കാത്തവന്റെ ശിക്ഷയല്ല, നോമ്പ് പിടിക്കാത്ത വന്റെ ശിക്ഷയല്ല, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ പരിഹസിക്കുന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷയല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അത് കേട്ടിട്ട് പരിഗണിക്കാത്ത മനുഷ്യ, നിസാരമാക്കുന്നവനെ
നിനക്ക് അല്ലാഹു 10 ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട് മറക്കൽ. ഇനിയിപ്പോൾ തീരുമാനിക്കണം പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ഹിഫ്ള് കോളേജ് വേണോ വേണ്ടയോ എന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തായാലും ഒരു സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പം ഇന്നാണ് അത് പറയാൻ ഏറ്റവും, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്നെന്ന് പറയുന്ന പോലെ അത് പറയാൻ പറ്റിയ സമയം ഇന്നാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറയടോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ട് മറക്കുക ഹാഫിളിങ്ങൾക്ക് മാത്രം ഉള്ളതാണെന്ന് നിങ്ങൾ വിചാരിച്ചേ? ഖുർആനിലെ സൂറത്തുകൾ ചോദിച്ച എല്ലാത്തിനും ഓതാൻ അറിയാം. ഞാൻ നിങ്ങൾ ഒരുപാട് സൂറത്തുകൾ പഠിച്ചതാ, ഓർമ്മയുണ്ടോ വല്ലതും? എവിടെ എവിടെ? നമുക്കൊന്നും സമയമില്ലല്ലോ. ഒരല്പനേരം മാറ്റി വെച്ചിട്ട് ആ പഠിച്ച സൂറത്തുകൾ ഉസ്താദന്മാരൊക്കെ 30ാമത്തെ ജുസുബിൽ എത്ര സൂറത്ത് പഠിച്ചതാ ഞാനും നിങ്ങളും? ഓർമ്മയുണ്ടോ? എത്ര ആയത്ത് പഠിച്ചിട്ടുണ്ട്? അത് ഉസ്താദന്മാർക്ക് മാത്രം ഉള്ളതാണെന്നാണ് നിങ്ങൾ കരുതിയേ? അല്ല. ഈ ഖുർആൻ പഠിച്ചിട്ട് മറക്കുക എന്ന് പറയുന്നത് അത് വലിയ എത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. നിങ്ങളുടെ പള്ളിയുടെ മുകളിൽ മിനാരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു കല്ലെടുത്ത് താഴേക്കിട്ടാൽ അത് എത്ര സ്പീഡിൽ താഴെ വന്ന് വീഴുമോ ഇതുപോലെ നരകത്തിൽ വീണുപോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പിന്നെ കുട്ടികൾ, ചെറുപ്പക്കാർ, മക്കളെ ഇനി പഠിക്കാതിരിക്കുന്നവർ പടച്ചവനെ ഉസ്താദെ ഇനി വീട്ടിൽ പോയിട്ട് പറയരുത് സിറാജ് ഉസ്താദിൻ്റെ വയല് കേട്ടോ ഇനി പഠിച്ചിട്ട് കാര്യമില്ല. അങ്ങനല്ല. ഖുർആൻ എന്ന് പറയുന്നത് പഠിച്ചാൽ മറക്കൂല. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചാൽ മറക്കൂല. വെറുതെ ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. അതിപ്പോൾ ഏത് സൂറത്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഏതെങ്കിലും ഒരു ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ഏത് ഹാഫിദും അതിൻ്റെ ബാക്കി ഓതും. അവൻ ഏത് സൂറത്താ അന്നും അറിയത്തില്ലായിരിക്കും ചിലപ്പം. അത് ഖുർആനാ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അല്ലാഹ് എല്ലാവർക്കും കൊടുക്കൂല. അത് കിട്ടണമെങ്കിൽ അവനൊരു യോഗ്യതയുണ്ടാകണം. അങ്ങനെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹ് എല്ലാവർക്കും കൊടുക്കത്തില്ല. ഇത് ഖുർആൻ പറഞ്ഞതാ, അല്ലാഹ് തന്നെ പറഞ്ഞതാ. എല്ലാവർക്കും കൊടുക്കൂല. അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അല്ലാഹ് കൊടുക്കൂ. ഈ ഖുർആൻ പഠിക്കുന്നവർ സാധാരണ ആൾക്കാരല്ല. നിങ്ങൾ അങ്ങനെ കാണരുത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഹാഫിളീങ്ങൾ അവർ സാധാരണ ആൾക്കാരല്ല. അവർ ഖാസുല്ലാ. അള്ളാഹ് നിങ്ങൾ നോക്കിയേ, സിയം മക്കാമിനകത്ത് കിടക്കുന്ന മഹാനവറുകൾ അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. സാധാരണ ആൾക്കാരല്ല, അത് അള്ളാഹുവിലേക്ക് അത്രയും അടുത്തവർ. ഇതുപോലെ ഖുർആൻ പഠിക്കുന്നവർ അവർ അള്ളാഹുവിൻ്റെ അടുത്ത ആൾക്കാരാ. അതുകൊണ്ട് ഹാഫിളീങ്ങളെ കാണുമ്പോൾ ദുആ ചെയ്. അത് ഹാഫിളീങ്ങൾക്ക് അല്ലാഹ് കൊടുക്കുന്ന ഒരു പദവിയാ. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. ഞാനിപ്പോൾ ഇന്ന് എനിക്ക് വലിയ സന്തോഷം. ഞാൻ ഉസ്താദിനോട് പറയുമായിരുന്നു, എൻ്റെ പള്ളിയുടെ ഉദ്ഘാടനം ഇൻഷാ അല്ലാഹ് മെയ് മാസം 18-ാം തീയതി എൻ്റെ പള്ളിയുടെ ഉദ്ഘാടനമാണ്. പള്ളിയിൽ വയലൊക്കെ തീരുമാനിച്ചു, വലിയ പരിപാടികളൊക്കെ തീരുമാനിച്ചു. എന്നോട് ചോദിച്ചു എന്ത് നടത്തണം. ഞാൻ പറഞ്ഞു എനിക്കൊരാഗ്രഹമുണ്ട്. അൽഹംദുലില്ലാ എൻ്റെ പള്ളിയിൽ വെച്ച് മെയ് മാസം 14-ാം തീയതി ഹിഫ്ളുൽ ഖുർആൻ പാരായണ മത്സരമുണ്ട്. 30 ജുസുവിൽ എവിടെന്ന് ചോദിച്ചാലും ഓതണം. 30 ജുസുവിൽ എവിടെന്ന് ചോദിച്ചാലും 3 ചോദ്യം അൽഹംദുലില്ലാ ഓതണം. ഓതി വിജയിക്കുന്ന വിദ്യാർത്ഥിക്ക് 1 ലക്ഷം രൂപയാണ് സമ്മാനം. അൽഹംദുലില്ലാ. ആഗ്രഹമുള്ള മക്കളൊക്കെ ഇൻഷാ അല്ലാഹ് ബന്ധപ്പെടുക. അൽഹംദുലില്ലാ. അള്ളാഹു കാരണം കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണം. ചുമ്മാ അവിടെ ഇവിടെയും കൊടുക്കുന്നതല്ല. ഖുർആൻ ഓതറാന്ന് പറഞ്ഞാൽ കണ്ടോതാൻ ആരെ കൊണ്ടും പറ്റും. നല്ല ശബ്ദമുള്ളവൻ കയറി കണ്ടോതി സമ്മാനം വാങ്ങിച്ചിട്ട് പോകും. അതിനെ കുറച്ചൊന്നും കാണുമല്ല. പക്ഷെ 30 ജുസുവിൽ ഏതായത്ത് ചോദിച്ചാലും ഓതണമെങ്കിൽ സാധാരണ ഒരാളെ കൊണ്ട് പറ്റൂല. അൽഹംദുലില്ലാ. ഞാനിപ്പം ഫൈസി ഉസ്താദിൻ്റെ അടുക്കൽ ഞാനത് കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്താദ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പങ്കെടുപ്പിക്കാൻ. അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെ ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറയുകയാ, ഖുർആൻ ഒരു ചെവിയിലൂടെ കേട്ട് കളയാനുള്ളതല്ല. അത് സംഗീതമല്ല, അത് ഖുർആന, അള്ളാഹുവിൻ്റെ കലാമ. അത് നീ പരിഗണിക്കണം. അത് ഖുർആനാണെന്നുള്ള ബോധത്തോടുകൂടി നീ പരിഗണിക്കണം. ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളോട് ഞാൻ കുറച്ച് ആയത്ത് ഓതിത്തരാം. ഞാൻ ഇന്ന് ആയത്ത് മാത്രമേ ഓതത്തുള്ളൂ, അതിൻ്റെ അർത്ഥവും പറഞ്ഞു തരാം. സാധാരണ വഴുത് കേൾക്കണ പോലെ കേട്ടിട്ട് പോകാനാണെങ്കിൽ അള്ളാഹ് നിങ്ങൾക്ക് തരുന്ന ശിക്ഷയാണ് ഞാൻ പറയുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആൻ ഒരാളുടെ മുമ്പിൽ ഊതുകയാണ്. അള്ളാഹുവിൻ്റെ കലാം ഒരു മനുഷ്യൻ്റെ മുമ്പിൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ. അത് കേട്ടിട്ട് പരിഗണിക്കാതെ നടക്കുന്നവൻ, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാത്തവന് അവൻ അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ? ഒന്നാമത്തെ ശിക്ഷ എന്താ?
അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാം പറയുകയാണ്. ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന ചില മക്കൾ പറയുന്ന പരാതി എന്തെന്നറിയോ? ഉസ്താദന്മാരെ കാണുമ്പോ പറയും, ഉസ്താദേ എൻ്റെ വാപ്പയ്ക്ക് 50 വയസ്സായി, 60 വയസ്സായി, വാപ്പയ്ക്ക് ഒരുപാട് രോഗമുണ്ട്, വാപ്പയുടെ മുടി നരച്ചിട്ടുണ്ട്, വാപ്പയുടെ തൊലി ചുളുങ്ങിയിട്ടുണ്ട്, പക്ഷേ വാപ്പ നന്നാകുന്നില്ല. ചില മക്കൾ പറയാറുണ്ട്, ഉസ്താദേ എൻ്റെ വാപ്പയ്ക്ക് പ്രായമായി എന്നിട്ട് നന്നാകുന്നില്ല, നിസ്കരിക്കുന്നില്ല, ദിക്ർ പറയുന്നില്ല, വാപ്പ ഇപ്പോഴും മോശമായ സ്വഭാവങ്ങളുമായിട്ട് നടക്കുകയാ, എൻ്റെ ഉപ്പയൊന്ന് നന്നാകാൻ ദുആ ചെയ്യണേ എന്ന് പറയുന്ന എത്രയോ മക്കളുണ്ട്. ഉമ്മമാരെ കാണിച്ചിട്ട് പറയുന്നു, ഉസ്താദേ എൻ്റെ ഉമ്മയ്ക്ക് 40, 50, 60 വയസ്സായി, നിസ്കരിക്കേണ്ട സമയം, ഖുർആൻ ഓതേണ്ട സമയം, ദിക്ർ പറയേണ്ട സമയം, എൻ്റെ ഉമ്മ അധിക സമയവും സീരിയലിൻ്റെ ഫ്രണ്ടില, ഉമ്മയുടെ തലമറയ്ക്കുന്നില്ല, നാവെടുത്ത യേശണിയും പരദൂഷണവും, പടച്ചവനെ എന്തെങ്കിലും പറയാൻ പോയാൽ ശപിക്കുകയാ. എൻ്റെ ഉമ്മ നന്നാകുന്നില്ല ഉസ്താദേ, പ്രായമായാൽ ഒരാൾ നന്നാകുമല്ലോ, എൻ്റെ ഉമ്മ നന്നാകുന്നില്ല എന്ന് പരാതി പറയുന്ന മക്കൾ. ഇതുപോലെ തന്നെയാണ് മാതാപിതാക്കളും പറയുന്നത്, ഉസ്താദേ 18 ആയുള്ളൂ, 20 വയസ്സേ ആയുള്ളൂ, കഞ്ചാവ് അടിക്കുന്നു ഉസ്താദ് എൻ്റെ മോൻ, അവൻ എന്നെ തല്ലാൻ വരുന്നു, അവൻ എന്നെ ചീത്ത വിളിക്കുന്നു, എന്തെല്ലാം പറഞ്ഞിട്ടും എൻ്റെ പൊന്നുമക്കൾ നന്നാകുന്നില്ലല്ലോ. പല മാതാപിതാക്കളും പറയുന്ന ഒരു പരാതിയാണ്, എൻ്റെ മകനെന്തു പറ്റി, എൻ്റെ മകൾക്കെന്തു പറ്റി, കരിമ്പാറയെ പോലെ ഇവളുടെ ഹൃദയം മാറിപ്പോയല്ലോ, നന്നാകുന്നില്ല എന്ന് സങ്കടം പറയുന്നവരുണ്ടല്ലോ. പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാ. 18 20 വയസ്സുള്ള ഒരു പെൺകുട്ടി അമുസ്ലിമായ ഒരു ചെറുപ്പക്കാരനുമായി റോഡിൽ വെച്ചോ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുകയാണ്. പ്രണയം തലയ്ക്ക് പിടിക്കുകയാണ്. പടച്ചവനെ അവസാനം വീട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഇന്നലെ കണ്ടവന്റെ കൈ പിടിച്ചുകൊണ്ട് മുസ്ലിം പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാ. അവസാനം പിടിച്ചുകൊണ്ട് വരികയാണ്. അവസാനം ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പടച്ചവനെ വീട്ടിൽ തല്ലുകൊടുക്കുകയാണ്. പെട്ടെന്നുള്ള ദേശത്തിൽ കുടുംബക്കാര് തല്ലുമല്ലോ, വാപ്പയും കൂടപ്പറപ്പുകളും തല്ലുമ്പോ 9 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച മാതാവ് തൻ്റെ പൊന്നാര മകളെ തല്ലുന്നത് കാണുമ്പോ ഓടിച്ചെന്ന് പൊന്നുമോളെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, തല്ലല്ലേ എൻ്റെ പൊന്നുമോളെ ആരും ഉപദ്രവിക്കല്ലേ. എന്നിട്ട് ഉമ്മ തൻ്റെ പൊന്നാര മകളുടെ കൈ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ, അവനെ വേണ്ട മോളെ, അവൻ നമ്മുടെ മതമല്ല, അവനെ നീ മറക്കണം മോളെ. ഉമ്മയാണ് പറയുന്നത്. പടച്ചവനെ ഉമ്മ കൈപിടിച്ചുകൊണ്ട് കരയുകയാണ്. 18കാരിയുടെ കയ്യിൽ പിടിച്ച് യാചിക്കുമ്പോ അവളുടെ തീരുമാനത്തിലൊരു മാറ്റമില്ല. ഉമ്മ പരാജയപ്പെടുകയാണ്. വാപ്പ കടന്നു വരികയാണ്. തല ഉയർത്തി നടന്നിരുന്ന വാപ്പ തൻ്റെ 18 വയസ്സുള്ള പൊന്നുമകളുടെ ചാരത്ത് വന്നിട്ട് തല താഴ്ത്തി പിടിച്ചുകൊണ്ട് പറയുന്നു, മോളെ നാണം കെടുത്തരുത്, നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ കഴിയില്ല മോളെ. നീ ഇറങ്ങിപ്പോയാ കുടുംബസമേതം ആത്മഹത്യ ചെയ്യലല്ലാതെ വേറൊരു വഴിയുമില്ല. എൻ്റെ പൊന്നുമോള് പോകല്ലേ. പടച്ചവനെ ജന്മം കൊടുത്ത പിതാവ് പ്രായം മറന്നുകൊണ്ട് 18കാരിയുടെ കയ്യിൽ പിടിച്ച് കരയുകയാ. അവളുടെ തീരുമാനത്തിൽ മാറ്റമില്ല. പടച്ചവനെ പിന്നെ കോശയാത്രയാണ്. കുടുംബക്കാര് വന്നോ, കാരണവന്മാര് വന്നോ, കൂട്ടുകാര് വന്നോ, കൂടപ്പിറപ്പ് വന്നോ, പടച്ചവനെ അവസാനം പള്ളി കമ്മിറ്റിക്കാര് വന്നോ, പള്ളിയിലെ ഖതീബ് വന്നോ. 18കാരിയോട് മരണവും ഖബറും നരകവും പരലോകവും സിറാത്തുമെല്ലാം പറഞ്ഞു കൊടുത്തു. അവളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. പടച്ചവരെ അവസാനം കോടതിയിലെത്തി. ആ സമയത്ത് ജഡ്ജി ചോദിക്കുകയാ, 18 കൊല്ലം നിന്നെ പോറ്റി വളർത്തിയ നിന്റെ മാതാപിതാക്കളെ വേണോ, അതോ നീ സ്നേഹിക്കുന്നവനെ വേണോ? സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ യുവതലമുറയിലെ പെൺകുട്ടികളുണ്ടല്ലോ, അല്ലാഹു എവിടെന്ന് പറയുന്നു, മാതാപിതാക്കളെ എനിക്ക് വേണ്ട,
എനിക്കെൻ്റെ കാമുകനെ മതി, എൻ്റെ ചേട്ടനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ കിടന്ന് നിലവിളിക്കുമ്പോ അവർക്കൊരു പരിഗണനയും കൊടുക്കാതെ ഇറങ്ങി പോവുകയാണ്. ഇത് കാണുമ്പോ ഉമ്മ ചോദിക്കുന്നു, അല്ലാ എൻ്റെ പൊന്നുമോളെന്തേ ഇങ്ങനെയായി പോയത്? അവൾ ഇങ്ങനെയായിരുന്നില്ലല്ലോ. വാപ്പയുടെ ശബ്ദമുയർന്നാൽ അവൾക്ക് പേടിയായിരുന്നു. ഉമ്മയുടെ കണ്ണ് നിറഞ്ഞ, ഉമ്മയുടെ മുഖമൊന്ന് വാടിയ കരയുന്ന മകളായിരുന്നു. എൻ്റെ മകൾക്ക് എന്തു പറ്റി പടച്ചവര്? എൻ്റെ മകന് എന്തു പറ്റി പടച്ചവര്? പ്രായം ചെന്നിട്ടും എൻ്റെ വാപ്പ നന്നാകാത്തത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം ഞാൻ പറയാ, അതിൻ്റെ കാരണം ഞാൻ പറയാ. അല്ലാഹു പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് പരിഗണിക്കാതെ നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, നിസാരമാക്കുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? വമന അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി ഫഅറള അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെ പറയുകയാ, ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ അല്ലാഹുവിന്റെ കലാമ കളയുന്നവന്, അല്ലാഹുവിന്റെ കലാമിനെ പരിഗണിക്കാത്തവര്, അവൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ? അവൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹു പറയുകയാ, വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹു പറയുകയാണ്, വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. നന്നാകില്ല വാപ്പാ, അവൻ നന്നാകില്ല വാപ്പാ. നിങ്ങളൊക്കെ എത്ര ഉപദേശിച്ചാലും അവര് നന്നാകില്ല. അവരുടെ ഹൃദയത്തിനകത്തേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല. അങ്ങനെ കേറുമായിരുന്നെങ്കിലോ 18കാരിയുടെ മുമ്പിലിരുന്ന് ഉമ്മ കരഞ്ഞില്ലേ, വാപ്പ കരഞ്ഞില്ലേ, കൂടപ്പറപ്പ് കരഞ്ഞില്ലേ, കൂടെ കൂട്ടുകാര് കരഞ്ഞില്ലേ, കുടുംബക്കാര് കരഞ്ഞില്ലേ, കാരണവന്മാരുപദേശിച്ചില്ലേ, കമ്മറ്റിക്കാര് പറഞ്ഞില്ലേ, പള്ളിയിലെ ഉസ്താദും മരണവും കബറും നരകവും എല്ലാം പറഞ്ഞു കൊടുത്തില്ലേ? അവള് ചലിച്ചില്ലല്ലോ, അവൾക്ക് തീരുമാനത്തിൽ മാറ്റമില്ലല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയോ? ഫലമ്മാ സാഹൂ അല്ലാഹു ഖുലൂബഹും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ചില ആൾക്കാരെ എത്ര ഉപദേശിച്ചാലും അവര് നന്നാകില്ല. അവര് നന്നാകാത്തതിൻ്റെ കാരണം നിങ്ങൾ പറയുന്നത് അവർ കേൾക്കില്ല. അവരുടെ ചെവി അല്ലാഹു അടച്ചു വെച്ച് കളയും. അവരുടെ ചെവി അല്ലാഹു അടയ്ക്കും. അവരുടെ ഹൃദയം ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും. ഞാൻ പറഞ്ഞതല്ല, അല്ല പറയുകയാ. അവരുടെ ചെവിയും അവരുടെ ഹൃദയവും അല്ലാഹു അടച്ച് സീല് വെച്ച് കളയും. അല്ല സീല് വെച്ച പോയി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് പലരെയും എത്ര ഉപദേശിച്ചിട്ടും നന്നാകാത്തത്. എന്തൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ നന്നാകില്ല. നിങ്ങൾ തന്നെ ഈ മഹാനെക്കുറിച്ചൊക്കെ എന്തെല്ലാം പറയുന്നവരില്ലേ, പരിഹസിക്കുന്നവരില്ലേ? ഇവരൊക്കെ ആരാ? ഈ മഹാന്മാരെ പരിഹസിക്കുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കുമാറാകട്ടെ. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ചിന്തിക്കാറില്ല, എന്താ ഇവൻ ഇങ്ങനെയെന്ന്. അവൻ എങ്ങനാടോ? ഇനി അവരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും, അവർക്ക് എന്തൊക്കെ കാണിച്ചു കൊടുത്താലും അവർ നേരെയാകില്ല. കാരണം അല്ലാഹു അവരുടെ ചെവി അടച്ചു, അവരുടെ ഹൃദയം അല്ലാഹു സീല് വെച്ചു. പിന്നെ നന്നാകില്ല. അവരുടെ ഹൃദയത്തിലേക്ക് ഈമാനിൻ്റെ വെളിച്ചം പിന്നെ കയറൂല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉദാഹരണം പറഞ്ഞ, റമളാൻ മാസം കടന്നു വന്നു.
റമദാനിൻ്റെ ഒന്നാമത്തെ രാവിൽ തന്നെ ലോകത്തുള്ള സർവ്വ ശൈത്താന്മാരെയും മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ ശൈത്താന്മാരെയും പിടിച്ചിടൂലേ? പരമേശ്വരന്മാരെ എല്ലാ ശൈത്താന്മാരെയും പിടിച്ചിടൂലേ? എല്ലാ ശൈത്താന്മാരെയും പിടിച്ച് ചങ്ങലക്കിട്ടു. എന്നിട്ട് നോമ്പ് പിടിക്കാതെ നടന്ന ചില സാധനങ്ങളില്ലേ? അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ റമളാൻ മാസത്തിൽ സർവ്വ ശൈത്താന്മാരെയും പിടിച്ച് ചങ്ങലക്കിട്ടിരിക്കുന്ന മാസം പോലും വീടിയും വലിച്ച് മുണ്ടും മടക്കി കുത്തി നിസ്കാരവും ഇല്ല നോമ്പും ഇല്ല നടക്കണവരില്ലേ? അതെങ്ങനെ? ചിലർ അള്ളാഹു എഴുതി അങ്ങ് തെള്ളിക്കളയും. അള്ളാഹു ചിലരെ എഴുതി തെള്ളിക്കഴിഞ്ഞാൽ പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇത് ഒരുത്തന് നന്നാകണമെന്ന് അവന് തോന്നണം, അല്ലാതെ അള്ളാഹ് ഒരാളെയും നന്നാക്കാറില്ല. എനിക്ക് നന്നാകണമെന്ന് എനിക്ക് തോന്നണം, നിനക്ക് നന്നാകണമെന്ന് നിനക്ക് തോന്നണമെങ്കിൽ അള്ളാഹ് നന്നാക്കൂ. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം 99 പേരെ കൊന്ന ഒരു മനുഷ്യൻ്റെ ചരിത്രം അറിയില്ലെങ്കിൽ 99 പേരെ കൊന്നപ്പന അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അവന് തോന്നിയേ. 99 പേരെ കൊന്നപ്പോഴാ അല്ല ഞാൻ ചെയ്യുന്നത് പാപമാണല്ലോ, ഒന്ന് നന്നാകണം. ഈ മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു കാക്കാനെ കണ്ടു, താടിയൊക്കെ ഉള്ള ഒരാളെ കണ്ടു. ചോദിച്ചു, ഹബീബേ ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, അല്ല എനിക്ക് പുറത്തു തരുമോ? ആ താടിയുള്ള ഹബീബ് പറഞ്ഞു കൊടുത്തു, നിനക്കോ 99 കൊല ചെയ്ത നിനക്കല്ല പുറത്തു തരാനോ? നീ നരകത്തിലാടാ. ഇത് കേട്ട ഉടനെ ഈ ചങ്ങാതി വിചാരിച്ചു, എന്നാൽ പിന്നെ സെഞ്ചുറി അടിച്ചേക്കാം, ഓനെ കൂടെ തട്ടി 100 അങ്ങ് തികച്ചു. അയാളെ കൊന്നുകളഞ്ഞു, 100 പേരെ കൊന്നു. എന്നിട്ടും ഈ മനുഷ്യന് കുറ്റബോധം, അല്ല ഞാൻ 100 കൊല ചെയ്തല്ലോ. ഇപ്പം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഉസ്താദ് വരുന്നു. ഉസ്താദിനെ കണ്ടപ്പോൾ ചോദിച്ചു, ഉസ്താദെ 99 ഒന്ന് 100 തികച്ചിട്ട് വരികയെ, അല്ല എനിക്ക് പുറത്തു തരുമോ? ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ ഒരു പാഠം ഞാൻ മനസ്സിലാക്കുന്നത്, മസല ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ഉസ്താദിനോട് വേണം ചോദിക്കാൻ. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ചോദിക്കുമ്പോൾ കമ്മിറ്റിക്കാരോട് ചോദിച്ചിട്ട് കാര്യമില്ല. അത് താടിയും തലപ്പാവും താടിയും തഴമ്പും നോക്കി ചോദിച്ചാൽ മസല കിട്ടൂല. അതറിയണമെങ്കിൽ ഇൽമ പഠിച്ച ആലിമിനോട് തന്നെ ചോദിക്കണം. കാരണം എന്തേ? ആദ്യം കണ്ട താടിയുള്ള ആളോട് ചോദിച്ചപ്പോൾ ഓൻ്റെ അറിവ് വെച്ച് ഓൻ പറഞ്ഞു, എന്ത് നിനക്ക് പുറത്തു തരൂല്ല. അതുകൊണ്ട് ഓൻ പള്ളിക്കുഴി പോയി. എന്നാൽ 100ാമത് കൊന്നിട്ട് പോയി കണ്ടത് ഉസ്താദിനെയാ. ഇൽമ പഠിച്ച ആലിമ പറഞ്ഞു കൊടുത്തു, അല്ല നിനക്ക് പുറത്തു തരും, അല്ല നിനക്ക് പുറത്തു തരും, നീ പേടിക്കണ്ട. അതാണ് ആലിം, അറിവുള്ളവനതാ. ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, അള്ളാഹു നിനക്ക് പുറത്തു തരും. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, നീ ഈ നാട്ടിൽ താമസിക്കരുത്, അപ്പുറത്തൊരു നല്ല നാടുണ്ട്, അവിടെ പൊക്കോ. പോകുന്ന വഴിയിൽ മരിച്ചു. ആ മനുഷ്യൻ ആ നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ മരണപ്പെട്ടു. മരിച്ച ഉടനെ നരകത്തിൻ്റെ മലക്കും വന്നു, സ്വർഗത്തിൻ്റെ മലക്കും വന്നു. നരകത്തിൻ്റെ മലക്കുകൾ പറഞ്ഞു, ഇവൻ 100 കൊല ചെയ്തവനെ, ഇവൻ ഞങ്ങൾക്കുള്ളതാ. സ്വർഗത്തിൻ്റെ മലക്ക് പറഞ്ഞു, വിട്ടുതരൂല, തൗബ ചെയ്തിട്ട് വരുക, ഇവൻ ഞങ്ങൾക്കുള്ളതാ. എടാ ചങ്ങായിമാരെ, 100 കൊല ചെയ്തവന് വേണ്ടി സ്വർഗത്തിൻ്റെ മലക്കും നരകത്തിൻ്റെ മലക്കും തമ്മിൽ പരസ്പരം തർക്കവും വഴക്കും കൂടി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ മരിച്ച നമ്മുടെ വീട്ടിലും വഴക്ക് കൂടും നമ്മുടെ മക്കൾ. ഉപ്പാന് സ്വർഗത്തിൽ വിടാനല്ല, ഉപ്പാടെ സ്വത്തിനു വേണ്ടി. മനസ്സിലാക്കേണ്ട അവിടെ ആ 100 കൊല ചെയ്ത മനുഷ്യൻ അവസാനം സ്വർഗത്തിലേക്ക് കടന്നുപോയി എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ ഖുർആനിനെ പരിഗണിക്ക്. അതിനെ നിസ്സാരമാക്കരുത്, അതിനെ അവഗണിക്കരുത്. അതിന് നൽകേണ്ട പരിഗണന നൽകണം. അതിന് നൽകേണ്ട സ്ഥാനമാണ് ഞാനും നിങ്ങളും നൽകേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പാട്ട് കേൾക്കുന്നത് പോലെ ഖുർആൻ കേട്ട് കളയരുത്. അത് അള്ളാഹുവിൻ്റെ കലാമാ, അത് അള്ളാഹുവിൻ്റെ കലാമാ. അത് കേൾക്കുമ്പോൾ പടച്ചവനെ അതിന് നൽകേണ്ട പരിഗണന നീ നൽകണേ. അല്ലാതെ നിസ്സാരമായി കേട്ട് കളഞ്ഞ അള്ളാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ ശിക്ഷ, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. ഒന്നാമത്തെ ശിക്ഷയാണ്, വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഉസ്താദന്മാര് ഓതുമല്ലോ. ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിയിട്ട് മരണവും ഖബറും നരകവുമെല്ലാം പറഞ്ഞു തരുമല്ലോ. ഉസ്താദന്മാര് ഖുർആനിൻ്റെ ആയത്ത് ഓതിയിട്ട് പറഞ്ഞു കൊടുക്കുകയാ, വാപ്പാ 5 നേരം നിസ്കരിച്ച് ചെറുപ്പക്കാരാ അള്ളാനെ ഭയന്ന് ജീവിക്കടാ, ഔറത്ത് മറയ്ക്കണേ,
കള്ള് കുടിക്കരുത്, കഞ്ചാവടിക്കരുത്, ദുസ്വഭാവങ്ങളൊക്കെ മാറ്റണം. 5 നേരം നിസ്കരിച്ചു പടച്ച റബ്ബിനെ ഭയന്ന് ജീവിക്കണം, അല്ലെങ്കിൽ അല്ലാഹു നരകത്തിലിടും. ചെറുപ്പക്കാരാ, ഉസ്താദന്മാര് പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയാ, നരകത്തിന്റെ തീ കഠിനമാട്, നരകത്തിന്റെ ശിക്ഷ കഠിനമാട്. നരകത്തിലെ തീയിലെ 70% മാത്രമാണ് നിന്റെ വീടിനകത്ത് അടുക്കളക്കകത്ത് കത്തിക്കുന്ന തീയോ. പെണ്ണുങ്ങളെ, നരകത്തിലധികമോ പെണ്ണുങ്ങളാ, നരകത്തിലധികമോ പെണ്ണുങ്ങളാണ്. ഉസ്താദന്മാരിങ്ങനെ നരകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ഇന്നത്തെ യുവതലമുറയ്ക്ക് ബുദ്ധി കൂടിയപ്പോ, ഇന്നത്തെ യുവതലമുറ ദീൻ പഠിക്കുന്നത് ഫേസ്ബുക്കിൽ നിന്നാണ്. അവർ പഠിച്ചവർക്ക് ബുദ്ധി കൂടിയപ്പോ ഇന്നത്തെ ചെറുപ്പക്കാര് ചോദിക്കുന്നു, ഉസ്താദേ ഇതൊക്കെ പ്രായമുള്ളവരോട് പോയി പറ. ഇന്ന് നരകമുണ്ടെന്നും നരകത്തിൻ്റെ ശിക്ഷയും നരകത്തിൻ്റെ ഭയാനകമായ അദാബുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചെറുപ്പക്കാരി ചോദിക്കണം എന്തെന്നറിയോ, ഇതൊക്കെ പ്രായമുള്ളവരോട് പോയി പറ, നമ്മളോട് നടക്കത്തില്ല. ഉസ്താദ് നിങ്ങളൊക്കെ എന്തൊരു തള്ളലതല്ലെന്ന്. പടച്ചവനയുടെ പള്ളിയിൽ നിസ്കാരത്തിൻ്റെ കാര്യം, ഓരോ കാര്യം പറയുമ്പോഴും ഇന്നത്തെ പെൺകുട്ടികളോട് പറയുന്നു, മക്കളെ നിങ്ങൾ തലമറയ്ക്ക്, നിങ്ങൾ ഔറത്തു മറയ്ക്ക്, നിങ്ങൾ അള്ളാനെ പേടിച്ച് ജീവിക്ക്, നരകത്തിലധികവും പെണ്ണുങ്ങളാ, നിങ്ങൾ പേടിച്ച് നടക്ക്. ഉസ്താദെ എല്ലാവരും സ്വർഗത്തിൽ പോയാൽ നരകത്തിലും പോകാൻ ആൾ വേണ്ട, ഞാൻ അവിടെ പൊക്കോളാം, നിങ്ങൾ സ്വർഗത്തിൽ പൊക്കോ, പരിഹസിക്കുകയാണ്. ഇന്നത്തെ കുട്ടികൾ ചോദിക്കുന്നത് എല്ലാവരെയും ഇടാൻ പറ്റുന്ന നരകം എവിടെ ഇരിക്കണേന്ന്. ആകാശത്തിലാണോ, ഭൂമിയിലാണോ, അതോ കടലിനടിയിലാണോ, എവിടെ ഇരിക്കണേന്ന്. നരകം ഇരിക്കുന്നത് എവിടെയാണെന്നാണ് ഇന്നത്തെ തലമുറ ചോദിക്കുന്നത്. ഞങ്ങളാരും പറഞ്ഞിട്ട് വിശ്വാസം വരണില്ല. ഞങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ നരകമുണ്ടെന്നും ആ നരകത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ചും അതിൻ്റെ അദാബുകളെക്കുറിച്ച് പറയുമ്പോൾ കുട്ടികൾ ചോദിക്കുന്നത് എവിടെയാണെന്നാ. എൻ്റെ ചങ്ങായിമാരെ, ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ വേണ്ട. ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാൽ വിശ്വസിക്കുമോ? അതിനേക്കാളും വലിയ തെളിവൊന്നുമില്ലല്ലോ. അവനവൻ്റെ കണ്ണുകൊണ്ട് കണ്ടാൽ നരകം എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് പരിഹസിക്കുന്ന എൻ്റെ യുവതലമുറയോട്, മക്കളെ, നരകത്തെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ? എങ്കിൽ കാണുമടോ ഇരിക്കുന്ന ഓരോ മനുഷ്യനും നരകത്തെ കാണുമല്ലോ. എപ്പോഴാണ് നരകത്തെ കാണുന്നതെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ 2ാമത് മൂതുമല്ലോ. അല്ലാഹുവേ, മടവൂര് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടോ, പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, എഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലദ്വാരങ്ങളിൽ കുടികുത്തി വെച്ച് വരുന്നവർ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്നരായിട്ട് ചെമ്പിന്റെ തറയിലൂടെ പേടിച്ച് വിറച്ചുകൊണ്ട് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ നയിക്കുകയാണ്. ആടുകളെ നയിച്ചു കൊണ്ടുപോകുന്നത് പോലെ 4 ഭാഗത്തും അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നിട്ട് പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. ചെറുപ്പക്കാരാ, ശരീരം വിയർക്കുന്നില്ലേ? ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, ശരീരം വിയർക്കുകയാണ്. മഴ പെയ്തിട്ട് പോലും നിനക്ക് ചൂട് മാറുന്നില്ല, ശരീരം വിയർക്കുകയാ. സൂര്യൻ അസ്തമിച്ചിട്ട് 10 മണിയായിട്ടും നിനക്ക് ചൂട് താങ്ങാൻ പറ്റുന്നില്ല. എങ്കിൽ ഇതൊന്നും ഒരു ചൂടല്ല, ഇതൊന്നും ഒരു വിയർപ്പല്ല. ചൂടൊക്കെ എവിടെയാണെന്നറിയോ? ചൂടുള്ള നാളുണ്ട്, കിയാമന്നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാള. ക്ഷീണത്തിരാലൊലിക്കുന്നതാണേള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള.
അമലൊന്നുമില്ല ദങ്ങു ചെന്ന കോള മോനെ ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? പഴയ വീട് കെട്ടുന്ന ചെറിയ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ നിറം ചുമപ്പായതെന്ന് നിനക്കറിയോ? പഴുപ്പിക്കുന്ന ഒരു ചൂളയുണ്ടടാ, പച്ചവിറകട്ട് കത്തിക്കുന്ന ഒരു ചൂളയുണ്ടല്ലോ, അതിൻ്റെ അടുക്കൽ പോലും പോകാൻ എന്തൊരു പ്രയാസമെന്നറിയോ? വാപ്പാ കാളവണ്ടി കണ്ടിട്ടില്ലേ? ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാളയുടെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒഴുകുന്നത് കണ്ടിട്ടില്ലേ? എങ്കിലും നാളെ അള്ളാടെ കോടതിയില് കാളയുടെ വായിൽ നിന്നല്ല, മനുഷ്യന്മാരുടെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒഴുകുന്നത് കാണാ. പെങ്ങളെ, അടുക്കളയിൽ ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചു മറിയുകയാ. തീ കുറയ്ക്കുന്ന ഉമ്മ, അടപ്പ് മാറ്റുന്ന പെങ്ങള്, അള്ളാഹുവിന്റെ കോടതിയില് നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളയ്ക്കുമ്മ, മുഖത്തുകൂടെ ഒലിക്കുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ. യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ കിടന്ന് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. ഒരാളും തിരിഞ്ഞു നോക്കാത്ത, ഒരാളും കണ്ട പരിചയം കാണിക്കാത്ത, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി. ജന്മം കൊടുത്ത വാപ്പയ്ക്ക് വേണ്ട, നൊന്തു പ്രസവിച്ച ഉമ്മയ്ക്ക് വേണ്ട, കൂടെ കിടന്ന ഭാര്യയ്ക്ക് വേണ്ട, പടച്ചവനെ നിന്റെ പൊന്നാര മക്കൾക്ക് നിന്നെ വേണ്ട, ഒരാളും തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ. അള്ളാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്തേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു ചെല്ലുകയാണ്. മാലിക്കേ, നരകത്തെ കൊണ്ടുവാ മാലിക്കേ, നരകത്തെ കൊണ്ടുവാ മാലിക്കേ. മാലിക് എന്ന് പറയുന്ന മലക്ക് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ജിബ്രീൽ, എങ്ങനെയാ ജിബ്രീൽ ഈ നരകത്തെ എങ്ങനെ കൊണ്ടുവരാനാണ്? ഇത് താങ്ങാൻ പറ്റില്ലല്ലോ, ഇത് ജനങ്ങൾക്ക് താങ്ങാൻ പറ്റില്ലല്ലോ. അള്ളാഹുവിന്റെ കൽപ്പനയാ മാലിക്. നരകത്തിന്റെ കാവൽക്കാരാന മലക്കുകളുണ്ടല്ലോ, മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, തന്റെ അനുയായികളെ വിളിക്കുകയാണ്, തന്റെ മലക്കുകളെ വിളിക്കുകയാണ്. ചങ്ങല എടുത്തുകൊണ്ടുവരാറ്, ചങ്ങല എടുത്തുകൊണ്ടുവരാറ്. 70,000 ചങ്ങല കൊണ്ടുവരികയാ. 70,000 ചങ്ങലകൾ വലിച്ചു കൊണ്ടുവരികയാണ്. നരകത്തെ കെട്ടുകയാണ്, നരകത്തെ ബന്ധിപ്പിക്കുകയാണ്. 70,000 ചങ്ങലയില് മോനെ, ഒരു ചങ്ങലയുടെ വലുപ്പമല്ല, ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലുപ്പം നിനക്കറിയോ? ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ഈ കാണുന്ന പ്രപഞ്ചത്തിനെക്കാളും വലുപ്പമുണ്ടോ? ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തിന് ഇങ്ങനെയുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ 70,000 ചങ്ങലകൾ കൊണ്ടുവന്ന് നരകത്തെ ബന്ധിപ്പിക്കുകയാണ്. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ. സുബ്ഹാനല്ലാഹ്. ആ നരകത്തിന്റെ ചങ്ങലകളിൽ പിടിച്ചിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ കൊണ്ടുവരികയാ.
കരഞ്ഞു വിളിച്ചുകൊണ്ട് തല താഴ്ത്തി പിടിച്ചിട്ട് അള്ളാന്റെ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ടടാ ചെറുപ്പക്കാരാ. എവിടെയാണ് ആകാശത്തിലാണോ ഭൂമിയിലാണോ കടലിനടിയിലാണോ എവിടെയാണ് നരകമിരിക്കുന്നതെന്ന് ചോദിച്ചവനെ അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ ലൈവായിട്ട് കൊണ്ടുവരികയാ. അപ്പ നീ പറയും ചെറുപ്പക്കാരാ, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുറപ്പേ, നരകം കണ്ടല്ലോ, വലിപ്പം കണ്ടല്ലോ, ശിക്ഷ കണ്ടല്ലോ, അതിൻ്റെ തീ കണ്ട് റബ്ബേ. വസമിഅനാ, ആ നരകം കടന്ന് വിളിക്കുന്നത് എൻ്റെ ചെവി കൊണ്ട് കേട്ടു നാഥാ, അതുകൊണ്ട് ഫർജിഅനാ, നാളെ യാചിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അള്ളാഹുവിന്റെ കലാം അത് ഓതിയിട്ട് ഉസ്താദന്മാര് പറഞ്ഞു തരുമല്ലോ, നിങ്ങളോട് നിസ്കരിക്കാൻ പറയുമല്ലോ, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമല്ലോ. പരിഗണിക്കാത്ത മനുഷ്യ, അള്ളാഹു തരുന്ന രണ്ടാമത്തെ ശിക്ഷ, വമന അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അഅറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ.